ഹലോ വെൽക്കം ബാക്ക്. എന്നും മോർണിംഗ് വ്ളോഗല്ലേ, ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കേ. മോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കല. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം മോള് വന്നേ. പിന്നെ കിച്ചണിലേക്ക് പോയപ്പോൾ ഉമ്മ കപ്പ വെച്ചിട്ടുണ്ട്. ചായക്ക് കപ്പ പുഴുങ്ങാന്ന് പറഞ്ഞിട്ട് കപ്പ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ചായൻ്റെ വെള്ളമൊക്കെ വെച്ചു. അങ്ങനെ ആ ചായ റെഡിയാക്കി എടുക്കല. പിന്നെ എന്താ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അങ്ങനെ ഇതാ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പയിലേക്കുള്ള ഉള്ളി ചമ്മന്തി, ഉള്ളിയും കാന്താരിയാണ് പൊതുവെ ഇടാറ്. പക്ഷേ ഇപ്പോൾ കാന്താരി നമ്മളെടുത്തില്ല. അതുകൊണ്ട് പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാന്താരി പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി ആക്കി എടുക്കല. അതാകുമ്പം കപ്പൊക്കെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മക്കളൊന്നും കഴിക്കൊന്നുമില്ല. ഞാൻ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ എരിവൊക്കെ ഒന്ന് പാകമാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉമ്മ കാച്ചി വയ്ക്കുന്നുണ്ട് കപ്പയിലേക്ക്. കറിവേപ്പിലയും കടുകൊക്കെ നമ്മളിവിടെ കാച്ചി വയ്ക്കുക പറയുക. തൂമിച്ചെടുക്കുന്നില്ലേ, അതിന് കാച്ചി വയ്ക്കുക എന്ന് പറയുക. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കുമല്ലേ, നമ്മളിവിടെ ഇങ്ങനെയാണ് പറയുക. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ചായയിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ അതൊരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ കപ്പയും ചായയും കഴിച്ചു. എന്നും പൊരിച്ച പലഹാരങ്ങളും ബേക്കറി ഐറ്റംസൊക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ രസമല്ലേ. ഇതിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായതാണ്, അതാണ് കപ്പ ആക്കിയത്. പിന്നെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി. നല്ല രസമാണ്, നല്ല കാറ്റാണ്, നല്ലൊരു പറമ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ വൈകുന്നേരവും രാവിലെയൊക്കെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ നേരെ വീട് പണി നടക്കുന്നിടത്തേക്ക് പോയേ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. മഴ ആയതുകൊണ്ട് തന്നെ മൊത്തം പുല്ല് കയറിയിട്ടുള്ളത്. നമ്മൾ കുറേ വട്ടം വായിക്കി എന്നിട്ടും ഇങ്ങനെ അവസ്ഥ. പിന്നെ വിചാരിച്ചു ഇപ്പം അങ്ങനെ നിൽക്കട്ടെ, മുറ്റം പണി എടുക്കുമ്പോൾ ഇനിയൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പണിക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ടൈലിടാൻ വേണ്ടിയിട്ട്, ബാത്റൂമിൽ ടൈലിടാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും. അതുകൊണ്ട് നമുക്കൊരു സമാധാനമല്ലേ, എന്തായി എന്നറിയാനൊരു ഇതല്ലേ. പിന്നെ ഇതാ ടൈലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പണിക്കാർ വരണത്രേ. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ബാത്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇതാ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ മൊത്തം പുല്ലും കാടൊക്കെയാണ്. ആകാശം നല്ലതുണ്ട് കാണാൻ. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നേ. പിന്നെ വീട്ടിൽ വന്നിട്ട് നൈറ്റിലേക്കുള്ള കറീൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വേഗം കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒറോട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ ഒറോട്ടി എന്നാണ് പറയുക, പത്തൽ. അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഉള്ളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മോള് പഠിക്കുന്നിടത്തേക്ക് പോയി എന്തായെന്ന് അറിയാൻ. ഓളവിടെ വായിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഓളവിടുന്ന് വായിക്കുന്നുണ്ട്, എക്സാം അല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കലാണ്. പിന്നെ ഞാൻ പുറത്ത് പോയിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇനി വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.